ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസൈറ്റ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലയാളികൾ അധികം അപ്ലൈ ചെയ്യാത്ത യു കെയിലെ ഒരു ജോലിയെക്കുറിച്ചാണ്. എന്നാൽ യു കെയിൽ വളരെയധികം ജോബ് വേക്കൻസീസ് ഉള്ള ഒരു ജോലി. നാട്ടിലാണെങ്കിൽ ഈ ജോലി കിട്ടാനായിട്ട് നമ്മൾ PSC ടെസ്റ്റൊക്കെ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് ജോലി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജോലിയാണ്. പറഞ്ഞു വരുന്നത് യു കെയിലെ ഒരു സിവിൽ സർവീസ് ജോലിയായിട്ടുള്ള പ്രിസൺ ഓഫീസർ ജോലിയെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാണ്ട് നമുക്ക് കിട്ടാനായിട്ട് സാധ്യത കൂടിയ ജോലികളിലൊന്നാണ് ഈ ഒരു പ്രിസൺ ഓഫീസർ ജോബ്സ് എന്ന് പറയുന്നത്. ഇതൊരു ബാൻഡ് 3 കാറ്റഗറി ജോലിയാണ്. ബാൻഡ് 3 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ NHSൻ്റെ ബാൻഡ് 3 കാറ്റഗറി ജോബുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി പാക്കേജാണ് ഈ പ്രിസൺ ഓഫീസർ ജോബ്സിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് കറൻറ്റ്ലി പഠിക്കുന്നതോ അല്ലെങ്കിൽ PSWയിൽ നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളൊരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് COS കിട്ടാനായിട്ടും ഈ ഒരു പ്രിസൺ ഓഫീസർ ജോബ്സ് വഴി സാധ്യത കൂടുതലാണ്. ഇത്രയുമൊക്കെ ആയിട്ടും എന്തുകൊണ്ട് നമ്മൾ മലയാളികളെ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയുമാണ് ഈ പ്രിസൺ ഓഫീസർ ജോബ്സ് എന്ന് പറയുന്നത്. ഈ ജോലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഈ ജോലിയുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജോലി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. രണ്ടാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ജോബ്സിൻ്റെ നാഷണാലിറ്റി റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാഷണാലിറ്റി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്വിയസ്ലി മീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കോമൺവെൽത്ത് കൺട്രീസിലുള്ള സിറ്റിസൺസിന് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവണം. അത്ര കട്ടിയുള്ള ഒരു ഫിറ്റ്നസ് ആൻഡ് മെഡിക്കൽ ടെസ്റ്റ് അല്ല ഈ ജോലിക്ക് വരുന്നത്. നാലാമത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിക്വയർഡായിട്ടുള്ള ഐസൈറ്റ് വേണം. അഞ്ചാമത്തത് നിങ്ങളുടെ കേൾവിക്ക് തകരാറൊന്നും ഉണ്ടാവരുത്. ആറാമത്തെന്ന് പറയുന്നത് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ല, അതിന് ഒരു റാദർ തന്നെ അതൊരു കണ്ടീഷനാണ്. അതായത് നിങ്ങളൊരു കാറ്റഗറി A പ്രിസണിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യു കെയിൽ മിനിമം 3 വർഷം കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതേസമയം നിങ്ങൾ കാറ്റഗറി BO CO അതിന് താഴെയുള്ള പ്രിസണിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങൾ യു കെയിൽ വന്നിട്ട് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നമുക്ക് കാറ്റഗറി BC തുടങ്ങിയ പ്രിസണിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. നിങ്ങൾക്ക് ബേസിക്കലി കൂട്ടാനും കുറയ്ക്കാനും അറിയാമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ സ്കിൽസും നിങ്ങളുടെ ജഡ്ജ്മെൻറ്റൽ സ്കിൽസുമാണ് ഈ ഒരു റൗണ്ടിൽ ടെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റേജ് 2 ഈസ് കോൾഡ് ടാസ്ക് ബേസ്ഡ് അസസ്മെൻറ്റ്. ഇത് ശരിക്കും ഒരു ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ടെസ്റ്റാണ്. ഈ ഒരു സ്റ്റേജിൽ അവർ നിങ്ങളുടെ ബിഹേവിയർ ക്വാളിറ്റീസാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതും ശരിക്കും ഈസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. സ്റ്റേജ് 3 ഈസ് കോൾഡ് ദി ഓൺലൈൻ അസസ്മെൻറ്റ് സെൻറ്റർ OSC. ഇതാണ് ഒരു യഥാർത്ഥ പരീക്ഷണം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത്. ഇത് ശരിക്കും ഒരു 3 ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഈ ഇൻ്റർവ്യൂ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫേസ് 1 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഇതിനകത്ത് 3 ഫേസ് ആണെന്ന് നോക്കി പറഞ്ഞു. ഫേസ് 1 ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഫേസ് 2 എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റാണ്. ഫേസ് 3 എന്ന് പറയുന്നത് റോൾ 3 ആണ് വരുന്നത്. ഫേസ് 1 ഇൻ്റർവ്യൂവിൽ അവർ നിങ്ങളുടെ 4 ക്വാളിറ്റീസാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 1 കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ്. സെക്കൻഡ് 1 മാനേജിങ് ക്വാളിറ്റി സർവീസ്. തേർഡ് 1 കെയറിങ്. ഫോർത്ത് 1 മേക്കിംഗ് എഫക്റ്റീവ് ഡിസിഷൻസ്. ഈ ഒരു 4 ക്വാളിറ്റീസിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ അവർ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ റിയൽ ലൈഫിൽ അത് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് ആവാം, പേഴ്സണൽ ലൈഫ് ആവാം, ഇതിലേതെങ്കിലും ഈ ഒരു 4 ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളും അത് നിങ്ങൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുമാണ് നിങ്ങൾ പറയേണ്ടത്. ശരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഉത്തരം പറയാനായിട്ട്. ഈ ഒരു സ്റ്റാർ മെത്തേഡിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എങ്ങനെയാണ് സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഫേസ് 2 എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റാണ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് 2 സിനാരിയോസ് ആയിരിക്കും അവർ തരുന്നത്. ആ സിനാരിയോ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നിങ്ങളൊരു റിപ്പോർട്ടായിട്ട് എഴുതുവാണെങ്കിൽ നിങ്ങളത് എങ്ങനെയായിരിക്കും എഴുതുക എന്നാണ് മെയിനായിട്ട് ഈ ഒരു റൗണ്ടിൽ നോക്കുന്നത്. ഫേസ് 3 എന്ന് പറയുന്നത് റോൾ പ്ലേ ആണ്. ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസാണ് ഇതെന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു പ്രിസൺ ഓഫീസറുടെ റോളായിരിക്കും പ്ലേ ചെയ്യുക. നിങ്ങളുടെ ഇൻ്റർവ്യൂവർ പ്രിസണറായിട്ട് പ്രിസണിൽ റിയൽ ആയിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടായിരിക്കാം. കുറച്ച് അജിറ്റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങളോട് കടന്നു പോകുന്ന ഒരു പ്രിസണറായിട്ടായിരിക്കും ഇൻ്റർവ്യൂവർ വരുന്നത്. സോ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ പ്രിസണറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. വളരെ പറഞ്ഞാൽ ഒന്ന് ആഞ്ഞ് പിടിച്ചാലോ ഒന്ന് ശ്രമിച്ചാലോ നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ് 3 ഓൺലൈൻ അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഓൺലൈൻ അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടേറിയ ഒരു റൗണ്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സീക്രട്ട് പറയാം. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു റൗണ്ടിൽ ഫെയിൽ ആയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നില്ല, പ്രിസൺ ഓഫീസർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഈ ഒരു പ്രിസണിലെ UK പ്രിസണുകളിലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ജോബാണ് OSG എന്ന് പറയുന്നത്, ഓപ്പറേഷണൽ സപ്പോർട്ട് ഗ്രേഡ് എന്ന് പറയുന്നത്. അത് പ്രിസൺ ഓഫീസറുടെ തൊട്ട് താഴെ വരുന്നൊരു ജോലിയാണ്. എന്നാൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ജോലി തന്നെയാണ് ഈ OSG എന്ന് പറയുന്നത്. സോ ഈ ഒരു OSG ജോലിയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രിസൺ ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അസസ്മെൻറ്റ് സെൻറ്റർ പാസ്സാവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് OSG ആയിട്ട് റോള് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ പ്രിസൺ ഓഫീസർ ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജ് 4 എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റാണ്. ഇതിനകത്ത് ആദ്യം വരുന്നത് മെഡിക്കലാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കാഴ്ചശക്തി, കേൾവി ശക്തി, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, BMI തുടങ്ങിയ കാര്യങ്ങളായിരിക്കും മെഡിക്കൽ അസസ്മെൻറ്റിൽ അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി ഫിറ്റ്നസ്സിലോട്ട് വരുമ്പോഴത്തേക്കിന് മെയിനായിട്ട് 4 രീതിയിലാണ് അവർ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഗ്രിപ്പ് ടെസ്റ്റ്, രണ്ടാമത്തേന്ന് പറയുന്നത് ഷീൽഡ് ഹോൾഡ്, മൂന്നാമത്തേന്ന് പറയുന്നത് ബ്ലീഡ് ടെസ്റ്റ്, നാലാമത്തത് അജിലിറ്റി റൺ. ഇതിനകത്ത് ആദ്യത്തെ 2 അതായത് ഷീൽഡ് ഹോൾഡും ഗ്രിപ്പ് ടെസ്റ്റും, അത് നമുക്ക് പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാവാൻ പറ്റുന്നതാണ്. ഇതിലെ ബ്ലീഡ് ടെസ്റ്റിനും അജിലിറ്റി റണ്ണിനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്യുക. ഇതിൻ്റെ ജോബ് അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയാണ്. അതായത് നിങ്ങളുടെ ഓൺലൈൻ അസസ്മെൻറ്റ് സെൻറ്റർ OSCയിൽ നിങ്ങൾ നേടിയ സ്കോറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ജോബ് അലോക്കേഷൻ വരുന്നത്. വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർക്കായിരിക്കും ആദ്യം ജോബ് ആപ്ലിക്കേഷൻ കിട്ടുക. അവരായിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പർട്ടിക്കുലർ പ്രിസണിലേക്ക് അപ്ലൈ ചെയ്തു, അവിടെ നിങ്ങളെ വിളിക്കാനായിട്ട് കാലതാമസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UK വേറെ ഏത് ലൊക്കേഷനിലുള്ള ഏത് പ്രിസണിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ CAT A പ്രിസണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മേക്ക് ഷുവർ നിങ്ങൾ UK 3 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും. അടുത്തായിട്ട് എന്താണ് പ്രിസൺ ഓഫീസർ ജോലിയുടെ സാലറി റേഞ്ച് എന്ന് നമുക്ക് നോക്കാം. ആഴ്ചയിൽ 37, 39, 41 എന്നീ മണിക്കൂറുകളിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രിസൺ ഓഫീസർ ജോലിയിൽ ഉണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സാലറി വരാറ്. നിങ്ങൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ NHSലെ ബാൻഡ് 3 സാലറിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് വളരെയധികം കൂടുതലാണ് ഈ ഒരു പ്രിസൺ ഓഫീസർ ബാൻഡ് 3യുടെ സാലറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. NSSലെ ഒരു ബാൻഡ് 3യുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 24,000 തൊട്ട് 26,000 വരെയാണ് മാക്സിമം പോകുന്നത്. വേറെ ഈ ഒരു പ്രിസൺ ഓഫീസറിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 32,000-ലാണ്. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി അവേഴ്സിനനുസരിച്ച് 36,000 വരെ സ്റ്റാർട്ടിംഗ് സാലറി പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലോ PSWയിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് COS കിട്ടാനായിട്ട് വളരെയേറെ സാധ്യത കൂടുതലാണെന്ന്. ശരിക്കും നമ്മുടെ UK ഗവൺമെൻറ് വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് ഇഫ് യു ആർ അണ്ടർ 26 സ്റ്റഡിങ് ഓർ റീസെൻറ്റ് ഗ്രാജുവേറ്റ് ഓർ ഇൻ എ പ്രൊഫഷണൽ ട്രെയിനിങ്, നിങ്ങൾക്ക് COS കിട്ടാനായിട്ടുള്ള മിനിമം സാലറി, അതായത് സ്കിൽഡ് വർക്കർ വിസയുടെ COS കിട്ടാനായിട്ടുള്ള മിനിമം സാലറി എന്ന് പറയുന്നത് 30,960 എന്നാണ് UK ഗവൺമെൻറ് വെബ്സൈറ്റ് പറയുന്നത്. അവിടെയാണ് ഈ ഒരു പ്രിസൺ ഓഫീസർ ജോബിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാലറി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ 37 മണിക്കൂർ പ്രിസൺ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനുവൽ സാലറി എന്ന് പറയുന്നത് 32,000-ന് മേളിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് COS കിട്ടാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളൊരു ജോലിയായിട്ട് ഈ പ്രിസൺ ഓഫീസർ മാറുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ 1-2 പേരുണ്ട്. അവർ പ്രിസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ COS കിട്ടിയ ആളുകളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടെയാണ് ഞാനിപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് COS കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും കൂടെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് COS കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമല്ലേ, നേരെ ഗൂഗിളിലേക്ക് പോകുള്ളൂ. പ്രിസൺ ഓഫീസർ ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. പ്രിസൺ ആൻഡ് പ്രൊബേഷൻ സർവീസ് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ഒരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള പ്രിസൺ ഓഫീസർ ജോബ്സും അതിൻ്റെ ലൊക്കേഷനും അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. UK ജോലി അന്വേഷിക്കുന്ന ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ സപ്പോർട്ട് ഗ്രേഡ് OSG എന്ന് പറയുന്ന പ്രിസൺ സർവീസിൽ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ജോബായിട്ടുള്ള OSGയുടെ കൂടുതൽ ഡീറ്റെയിൽഡുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. See you in next video. Bye.